ഓം ശാന്തി 5-4-2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, അച്ഛനെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ സംതൃപ്തരാകും. ദൃഷ്ടിയിലൂടെ സായുജ്യമടയുക, അർത്ഥം വിശ്വത്തിന്റെ അധികാരിയായി മാറുക. ചോദ്യം: സ്വാമി സദ്ഗുരു ദൃഷ്ടിയിലൂടെ സായുജ്യം കൊള്ളിച്ചു. ഇതിന്റെ വാസ്തവിക അർത്ഥം എന്താണ്? ഉത്തരം: ആത്മാവിന് എപ്പോഴാണോ അച്ഛനിലൂടെ മൂന്നാമത്തെ നേത്രം ലഭിക്കുന്നത്, പിന്നീട് ആ നേത്രത്തിലൂടെ അച്ഛനെ തിരിച്ചറിയുന്നത്, അപ്പോൾ സായുജ്യം അടയുന്നു, അർത്ഥം സദ്ഗതി ലഭിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ദേഹി അഭിമാനിയായി നിങ്ങൾ എന്നിൽ ദൃഷ്ടി വയ്ക്കൂ, അർത്ഥം എന്നെ ഓർമ്മിക്കൂ. മറ്റ് സംഘങ്ങളെല്ലാം ഉപേക്ഷിച്ച് എന്നോട് മാത്രം കൂട്ടുകൂടൂ, എങ്കിൽ അസ്വസ്ഥർ അല്ലെങ്കിൽ പാപ്പരിൽ നിന്നും നിങ്ങൾ സംതൃപ്തർ, അർത്ഥം ധനികരായി മാറും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ആരുടെ അടുത്തേക്കാണ് വരുന്നത്? ആത്മീയ അച്ഛന്റെ അടുത്തേക്ക്. ഞങ്ങൾ ശിവബാബയുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ശിവബാബ എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ് എന്നതും അറിയാം. ബാബ സുപ്രീം ടീച്ചറുമാണ്, സുപ്രീം ഗുരുവുമാണ്. ഈ നിശ്ചയവും കുട്ടികൾക്ക് വേണം. സുപ്രീം എന്നാൽ പരമം. ആ ഒരാളെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. ദൃഷ്ടിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഗുരു സ്വാമി ദൃഷ്ടിയിലൂടെ സംതൃപ്തനാക്കി എന്ന് പാട്ടുമുണ്ട്. അതിന് അർത്ഥവും ഉണ്ടാകും. ദൃഷ്ടി കൊണ്ട് ആരെ സംതൃപ്തരാക്കി? തീർച്ചയായും മുഴുവൻ ലോകത്തിന്റെയും കാര്യമായിരിക്കും പറഞ്ഞിരിക്കുക. എന്തെന്നാൽ സർവരുടെയും സദ്ഗതി ദാതാവാണ്. സർവരെയും ഈ പതീത ലോകത്തിൽ നിന്ന് തിരികെ കൊണ്ടുപോകുന്ന ആളാണ്. ഇപ്പോൾ ആരുടെ ദൃഷ്ടിയാണ്? എന്താ ഈ കണ്ണുകളാണോ? അല്ല, ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം ലഭിക്കുന്നു. ഇതിലൂടെ ആത്മാവ് മനസ്സിലാക്കും, ഇത് നമ്മൾ എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ്. അച്ഛൻ ആത്മാക്കൾക്ക് വഴി പറഞ്ഞു തരികയാണ്, അതായത് എന്നെ ഓർമ്മിക്കൂ. അച്ഛൻ ആത്മാക്കൾക്ക് മനസ്സിലാക്കി തരികയാണ്. ആത്മാക്കൾ തന്നെയാണ് പതീതവും തമോ പ്രധാനവുമായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് നിങ്ങളുടെ 84ാം ജന്മമാണ്. ഈ നാടകം പൂർണ്ണമാവുകയാണ്. തീർച്ചയായും പൂർത്തിയാവണം. ഓരോ കൽപ്പവും പഴയ ലോകത്തിൽ നിന്നും പുതിയതാകുന്നു. പുതിയത് പിന്നീട് പഴയതാകുന്നു. പേരും വേറെയാണ്. പുതിയ ലോകത്തിന്റെ പേര് സത്യയുഗം എന്നാണ്. അച്ഛൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ആദ്യം നിങ്ങൾ സത്യയുഗത്തിലായിരുന്നു. പിന്നീട് പുനർജന്മങ്ങൾ എടുത്ത് 84 ജന്മങ്ങൾ കഴിഞ്ഞുപോയി. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് തമോ പ്രധാനമായിരിക്കുന്നു. അച്ഛനെ ഓർമ്മിക്കുകയാണെങ്കിൽ സംതൃപ്തരാകും. അച്ഛൻ സന്മുഖത്ത് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഞാൻ ആരാണ്? പരമപിത പരമാത്മാവ്. അച്ഛൻ പറയുന്നു, കുട്ടികളെ, ദേഹി അഭിമാനി ആകൂ. ദേഹത്തിന്റെ അഭിമാനമുള്ളവര് ആകരുത്. ആത്മാഭിമാനിയായി മാറി നിങ്ങൾ എന്നിൽ ദൃഷ്ടി വയ്ക്കൂ, എങ്കിൽ സംതൃപ്തരാകും. അച്ഛനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഇതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ആത്മാവ് തന്നെയാണ് പഠിക്കുന്നത്, പാട്ട് അഭിനയിക്കുന്നത്. എത്ര ചെറുതാണ്! എപ്പോൾ ഇവിടേക്ക് വരുന്നുവോ അപ്പോൾ 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിക്കുന്നു. പിന്നീട് അതേ പാർട്ടാണ് ആവർത്തിക്കേണ്ടത്. 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ച് ആത്മാവ് പതീതമായിരിക്കുന്നു. ഇപ്പോൾ ആത്മാവിൽ ഒട്ടും ശക്തിയില്ല. ഇപ്പോൾ ആത്മാവ് സംതൃപ്തമല്ല, പകരം അസ്വസ്ഥം അല്ലെങ്കിൽ
ദരിദ്രമാണ്. ഇനി വീണ്ടും എങ്ങനെ സംതൃപ്തരാകും? ഈ വാക്ക് ഭക്തി മാർഗത്തിലേതാണ്. ഇതുപയോഗിച്ച് ബാബ മനസ്സിലാക്കി തരികയാണ്. വേദം, ശാസ്ത്രം, ചിത്രങ്ങൾ എന്നിവയെക്കുറിച്ചും മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ ഈ ചിത്രങ്ങൾ ശ്രീമതമനുസരിച്ച് നിർമ്മിച്ചതാണ്. ആസുരീയ മതപ്രകാരം അനേകം ചിത്രങ്ങളുണ്ട്. അത് കല്ലും മണ്ണും കൊണ്ട് ഉള്ളതാണ്. അതിന് ഒരു കർത്തവ്യവുമില്ല. ഇവിടെ അച്ഛനാണെങ്കിൽ വന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു. ഭഗവാന്റെ വാക്കുകളാണ് എങ്കിൽ ഇത് ജ്ഞാനമായില്ലേ? വിദ്യാർത്ഥികൾക്ക് അറിയാം ഇത് ഇന്ന ടീച്ചറാണെന്ന്. ഇവിടെ നിങ്ങൾ കുട്ടികൾക്കറിയാം പരിധിയില്ലാത്ത അച്ഛൻ വന്ന് ഒരേ ഒരു തവണയാണ് ഇങ്ങനെയുള്ള അത്ഭുതകരമായ പഠിപ്പ് പഠിപ്പിക്കുന്നത്. ഈ പഠിപ്പും ആ പഠിപ്പും തമ്മിൽ രാപ്പകലിന്റെ വ്യത്യാസമുണ്ട്. ആ പഠിപ്പ് പഠിച്ചു പഠിച്ച് രാത്രിയാവുന്നു. ഈ പഠിപ്പിലൂടെ പകലിലെത്തുന്നു. ആ പഠിപ്പ് ജന്മജന്മാന്തരം പഠിച്ചു വന്നതാണ്. ഇതിലാണെങ്കിൽ ബാബ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നു, ആത്മാവ് എപ്പോഴാണോ പവിത്രമാകുന്നത് അപ്പോൾ ധാരണയാകും. സിംഹിണിയുടെ പാല് സ്വർണ പാത്രത്തിലേ ഇരിക്കൂ എന്ന് പറയാറുണ്ട്. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളിപ്പോൾ സ്വർണ പാത്രമായി മാറുകയാണ്. മനുഷ്യർ തന്നെയാണ്, പക്ഷെ ആത്മാവിനെ സമ്പൂർണ്ണ പവിത്രമാക്കി മാറ്റണം. 24 ക്യാരറ്റായിരുന്നു, ഇപ്പോൾ 9 ക്യാരറ്റിന്റേതായി. തെളിഞ്ഞിരിക്കുന്ന ആത്മാവിന്റെ ജ്യോതി ഇപ്പോൾ അണഞ്ഞിരിക്കുകയാണ്. ജ്യോതി തെളിഞ്ഞിരിക്കുന്നവരും ജ്യോതി അണഞ്ഞിരിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ജ്യോതി എങ്ങനെയാണ് തെളിഞ്ഞത്, അതുപോലെ പദവി എങ്ങനെയാണ് നേടിയത്, ഇത് അച്ഛനാണ് മനസ്സിലാക്കി തരുന്നത്. അച്ഛൻ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. എന്നെ നന്നായി ഓർമ്മിക്കുന്നത് ആരാണോ അവരെ ഞാനും നല്ല രീതിയിൽ ഓർമ്മിക്കും. ഇത് കുട്ടികൾക്ക് അറിയാം. ദൃഷ്ടി കൊണ്ട് സംതൃപ്തനാക്കുന്ന സ്വാമി ഒരേ ഒരു ബാബ തന്നെയാണ്. ബ്രഹ്മാവിന്റെ ആത്മാവും സംതൃപ്തനാവുന്നു. നിങ്ങളെല്ലാവരും ശലഭങ്ങളാണ്. ബാബയെ പ്രകാശം എന്നാണ് പറയുന്നത്. ചില ശലഭങ്ങൾ കേവലം വലം വയ്ക്കുന്നത് മാത്രമാണ്. ചിലർ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ ജീവിച്ചിരിക്കെ മരിക്കുന്നു. ചിലർ വലം വെച്ച് തിരിച്ചു പോകുന്നു. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ വരുന്നു, എന്നിട്ട് വീണ്ടും പോകുന്നു. ഈ സംഗമത്തെക്കുറിച്ചാണ് മുഴുവൻ പാട്ടും. ഈ സമയത്ത് എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതാണ് ശാസ്ത്രമാകുന്നത്. ബാബ ഒരേ ഒരു തവണ വന്ന് സമ്പത്ത് നൽകിയിട്ട് പോകുന്നു. പരിധിയില്ലാത്ത അച്ഛൻ തീർച്ചയായും പരിധിയില്ലാത്ത സമ്പത്ത് നൽകും. 21 തലമുറയുടെ പാട്ടുമുണ്ട്. സത്യുഗത്തിൽ സമ്പത്ത് നൽകുന്നത് ആരാണ്? രചയിതാവായ ഭഗവാൻ തന്നെയാണ് രചനയ്ക്ക് പകുതി കൽപ്പത്തിലേക്കായുള്ള സമ്പത്ത് നൽകുന്നത്. എല്ലാവരും ഓർമ്മിക്കേണ്ടതും ബാബയെ തന്നെയാണ്. ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സ്വാമി സദ്ഗുരുവുമാണ്. നിങ്ങൾ മറ്റാരെങ്കിലും സ്വാമി സദ്ഗുരു എന്ന് വിളിച്ചിട്ടുണ്ടാകും. പക്ഷെ സത്യം ഒരേ ഒരു ബാബയാണ്. സത്യം എന്ന് എപ്പോഴും ബാബയെയാണ് പറയുന്നത്. സത്യമായ ബാബ വന്ന് എന്താണ് ചെയ്യുന്നത്? മുഴുവൻ ലോകത്തെയും സത്യഖണ്ഡമാക്കുന്നത് ബാബ തന്നെയാണ്. സത്യഖണ്ഡത്തിന് വേണ്ടിയാണ് നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നത്. സത്യഖണ്ഡമുണ്ടായിരുന്നപ്പോൾ മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളതെല്ലാം പിന്നാലെ വരുന്നതാണ്. സത്യഖണ്ഡത്തെ ആർക്കും അറിയില്ല. ബാക്കി ഏതെല്ലാം ഖണ്ഡങ്ങൾ ഇപ്പോഴുണ്ടോ അതിനെയെല്ലാം എല്ലാവർക്കും അറിയാം. തന്റെ ധർമ്മത്തിന്റെ സ്ഥാപകരെയും അറിയാം. ബാക്കി സൂര്യവംശി, ചന്ദ്രവംശി, ഒപ്പം ഈ സംഗമയോഗി ബ്രാഹ്മണ കുലത്തെയും
ആരും അറിയുന്നില്ല. പ്രജാപിത ബ്രഹ്മാവിനെ അംഗീകരിക്കുന്നു, പറയുന്നു നമ്മൾ ബ്രാഹ്മണർ ബ്രഹ്മാവിന്റെ സന്താനങ്ങളാണ്. പക്ഷേ അവർ കുഖവംശാവലിയാണ്, നിങ്ങളാണ് മുഖവംശാവലികൾ. അവർ അപവിത്രമാണ്, നിങ്ങൾ മുഖവംശാവലികൾ പവിത്രമാണ്. നിങ്ങൾ മുഖവംശാവലിയായി മാറി പിന്നീട് ഈ മോശമായ രാവണ രാജ്യത്തിൽ നിന്നും പോകുന്നു. അവിടെ രാവണ രാജ്യം ഉണ്ടാകില്ല. ഇപ്പോൾ നിങ്ങൾ പോകുന്നത് പുതിയ ലോകത്തിലേക്കാണ്. അതിനെയാണ് നിർവികാരി ലോകം എന്ന് പറയുന്നത്. ലോകം തന്നെയാണ് പഴയതും പുതിയതും ആകുന്നത്. എങ്ങനെയാണ് ആകുന്നത്? ഇത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. മറ്റാരുടെയും ബുദ്ധിയിൽ ഇതില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യങ്ങൾ ആർക്കും അറിയുവാനും സാധിക്കില്ല. ഇത് കുറച്ചു സമയത്തിന്റെ കാര്യമാണ്. ഇത് അച്ഛനിരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. എപ്പോൾ പ്രധാനമായും ഭാരതത്തിൽ ധർമ്മഗ്ലാനി ഉണ്ടാകുന്നുവോ അപ്പോഴാണ് ഞാൻ വരുന്നത്. നിരാകാരനായ പരമാത്മാവ് ആരാണ് എന്നത് മറ്റ് സ്ഥാനങ്ങളിലുള്ളവർക്ക് അറിയില്ല. വലിയ വലിയ ലിംഗങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആത്മാവിന്റെ വലിപ്പം ചിലപ്പോൾ വലുതും ചിലപ്പോൾ ചെറുതും ആകുന്നില്ല. എങ്ങനെ ആത്മാവ് അവിനാശിയാണോ അതുപോലെ പരമാത്മാവും അവിനാശിയാണ്. ബാബ സുപ്രീം സോളാണ്. സുപ്രീം അർത്ഥം സദാ പവിത്രവും നിർവികാരിയും. നിങ്ങൾ ആത്മാക്കളും നിർവികാരികളായിരുന്നു. ലോകവും നിർവികാരി ലോകമായിരുന്നു. അതിനെയാണ് പറയുന്നത് സമ്പൂർണ്ണ നിർവികാരി. പുതിയ ലോകം പിന്നീട് തീർച്ചയായും പഴയതാകും. കലകൾ കുറഞ്ഞുകൊണ്ടുമിരിക്കും. 2 കലകൾ കുറഞ്ഞത് ചന്ദ്രവംശി രാജ്യത്തിലായിരുന്നു. പിന്നീട് ലോകം പഴയതായി മാറുന്നു. പിന്നാലെ മറ്റ് ഖണ്ഡങ്ങൾ വരുന്നു. അതിനെ ഉപകഥ എന്നാണ് പറയുന്നത്. പക്ഷേ പരസ്പരം കലർന്നുപോയി. ഡ്രാമ പ്ലാൻ അനുസരിച്ച് എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതെല്ലാം തീർച്ചയായും ആവർത്തിക്കും. ബുദ്ധധർമ്മത്തിലെ വലിയ ആൾ വന്നു. എത്ര പേരെ ബുദ്ധധർമ്മത്തിലേക്ക് കൊണ്ടുപോയി? ധർമ്മത്തെ മാറ്റി. ഹിന്ദുക്കൾ തന്റെ ധർമ്മത്തെ സ്വയം മാറ്റി. കാരണം കർമ്മഭ്രഷ്ടരായതിനാൽ ധർമ്മഭ്രഷ്ടരുമായി. വാമമാർഗത്തിലേക്ക് പോയി. ജഗന്നാഥ ക്ഷേത്രത്തിലും പോയിട്ടുണ്ടാകും. പക്ഷെ ആരുടെയും ചിന്തയിൽ ഇത് വന്നിട്ടുണ്ടാകില്ല. സ്വയം വികാരി ആയതിനാൽ അവരെയും വികാരിയായി കാണിച്ചു. ദേവതകൾ വാമമാർഗത്തിലേക്ക് പോയപ്പോഴാണ് ഇങ്ങനെയായി മാറിയത് എന്ന് മനസ്സിലാക്കുന്നില്ല. ആ സമയത്തെ ചിത്രമാണിത്. ദേവത എന്ന പേര് വളരെ നല്ലതാണ്. ഹിന്ദു എന്നത് ഹിന്ദുസ്ഥാനിലെ പേരാണ്. പിന്നീട് സ്വയം തന്നെ ഹിന്ദുവാണ് എന്ന് പറയാൻ തുടങ്ങി. എത്ര വലിയ തെറ്റാണ്. അതിനാലാണ് അച്ഛൻ പറയുന്നത് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ബാബ ഭാരതത്തിലാണ് വരുന്നത്. ഞാൻ ഹിന്ദുസ്ഥാനിലാണ് വരുന്നത് എന്ന് പറയാറില്ല. ഇത് ഭാരതമാണ്. ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഹിന്ദു എന്നത് ധർമ്മമേ അല്ല. മുസ്ലിങ്ങളാണ് ഹിന്ദുസ്ഥാൻ എന്ന പേര് വെച്ചത്. ഇതും ഡ്രാമയിൽ ഉള്ളതാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഇതും ജ്ഞാനമാണ്. പുനർജന്മം എടുത്തെടുത്ത് വാമമാർഗത്തിലേക്ക് വന്ന് ഭ്രഷ്ടാചാരിയായി മാറി. പിന്നീട് അവരുടെ മുന്നിൽ ചെന്ന് പറയുന്നു, അങ്ങ് സമ്പൂർണ്ണ നിർവികാരിയാണ്. ഞങ്ങൾ വികാരികളും പാപികളുമാണ്. ബാക്കി ഒരു ഖണ്ഡത്തിലുള്ളവരും ഇങ്ങനെ പറയില്ല. ഞങ്ങൾ നീചരാണ് അല്ലെങ്കിൽ ഞങ്ങളിൽ ഒരു ഗുണവുമില്ല എന്ന്. ഇങ്ങനെ ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല.
സിഖുകാരും ഗ്രന്ഥത്തിനു മുന്നിൽ ഇരിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഗുരുവേ അങ്ങ് നിർവികാരിയാണ്, ഞങ്ങൾ വികാരികളാണ് എന്ന്. ഗുരു നാനാക്കിന്റെ മാർഗക്കാർ കങ്കണം മുതലായവ അണിഞ്ഞിരിക്കുന്നു. അത് നിർവികാരിയാണ് എന്നതിന്റെ അടയാളമാണ്. പക്ഷെ വികാരമില്ലാതെ ഇരിക്കാൻ കഴിയുന്നില്ല. അസത്യമായ അടയാളങ്ങൾ വെച്ചിരിക്കുന്നു. എങ്ങനെയാണോ ഹിന്ദുക്കൾ പൂണൂൽ ധരിക്കുന്നത്, അത് പവിത്രതയുടെ അടയാളമാണ്. ഇന്ന് കാലത്ത് ധർമ്മത്തെ പോലും അംഗീകരിക്കുന്നില്ല. ഈ സമയത്ത് ഭക്തി മാർഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഭക്തിയുടെ കാലമാണ്. ജ്ഞാനത്തിന്റെ സമയം സത്യയുഗത്തിലാണ്. സത്യയുഗത്തിൽ ദേവതകൾ സമ്പൂർണ്ണ നിർവികാരികളായിരുന്നു. കലിയുഗത്തിൽ സമ്പൂർണ്ണ നിർവികാരിയായി ആരും ഉണ്ടാകില്ല. പ്രവൃത്തി മാർഗത്തിലുള്ളവരുടെ സ്ഥാപന അച്ഛനാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും ഗുരുവിന്റെ നിവൃത്തി മാർഗത്തിലുള്ളവരാണ്. അവർ കാരണം ഗുരുക്കന്മാരുടെ ശക്തി വർദ്ധിച്ചു. അച്ഛൻ പറയുന്നു, നിങ്ങൾ എന്തെല്ലാം പഠിച്ചോ അതിലൂടെയൊന്നും എന്നെ ലഭിക്കില്ല. ഞാൻ വരുമ്പോൾ എല്ലാവരെയും ദൃഷ്ടിയിലൂടെ സംതൃപ്തരാക്കുന്നു. ഗുരു സ്വാമി ദൃഷ്ടി കൊണ്ട് സംതൃപ്തരാക്കി എന്ന പാട്ടുമുണ്ട്. നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്തിനാണ്? സംതൃപ്തരാകാൻ, വിശ്വത്തിന്റെ അധികാരി ആകാൻ. അച്ഛനെ ഓർമ്മിക്കൂ, എങ്കിൽ സമ്പന്നമായി തീരും. ഇങ്ങനെ ഒരിക്കലും ആരും പറഞ്ഞിട്ടുണ്ടാകില്ല, അതായത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഇതായി മാറുമെന്ന്. അച്ഛൻ മാത്രമാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇതായി മാറണം. ഈ ലക്ഷ്മി നാരായണന്മാർ എങ്ങനെയാണ് ഉണ്ടായത്? ആർക്കും അറിയില്ല. നിങ്ങൾ കുട്ടികൾക്ക് അച്ഛനെല്ലാം പറഞ്ഞു തരുന്നു. നിങ്ങളാണ് 84 ജന്മങ്ങളെടുത്ത് പതീതമായി മാറിയത്. വീണ്ടും നിങ്ങളെ ഇതാക്കി മാറ്റാൻ ഞാൻ വന്നിരിക്കുകയാണ്. അച്ഛൻ തന്റെ പരിചയവും നൽകുന്നു, ഒപ്പം ദൃഷ്ടി കൊണ്ട് സംതൃപ്തരാക്കുകയും ചെയ്യുന്നു. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഒരേ ഒരു സദ്ഗുരുവിനെ കുറിച്ച്. ഗുരുക്കന്മാർ അനേകമുണ്ട്, എന്നാൽ മാതാക്കൾ അബലകളും നിഷ്കളങ്കരുമാണ്. നിങ്ങളെല്ലാവരും ഭോലാനാഥന്റെ കുട്ടികളാണ്. ശങ്കരനെക്കുറിച്ച് പറയുന്നത് കണ്ണു തുറന്നു ഉടൻ വിനാശമുണ്ടായി എന്നാണ്. എങ്കിൽ ഇതും പാപമല്ലേ? അച്ഛനൊരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകില്ല. വിനാശമുണ്ടാകുന്നത് മറ്റെന്തെങ്കിലും വസ്തുക്കളിലൂടെ ആയിരിക്കും. അച്ഛൻ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകില്ല. ഇങ്ങനെയുള്ളതെല്ലാം ശാസ്ത്രം പുറത്തിറക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ കുലത്തിന്റെ വിനാശം ചെയ്യും എന്ന് മനസ്സിലാക്കുന്നു. അവരും അതിൽ ബന്ധിതരാണ്. ഉപേക്ഷിക്കാൻ സാധിക്കില്ല. എത്ര പ്രശസ്തിയാണ്! ചന്ദ്രനിലേക്ക് പോകുന്നു, പക്ഷേ അതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. മധുരമധുരമായ കുട്ടികളെ, നിങ്ങളും അച്ഛനിൽ ദൃഷ്ടി വയ്ക്കൂ. അതായത്, അല്ലയോ ആത്മാക്കളെ, തന്റെ അച്ഛനെ ഓർമ്മിക്കൂ, എങ്കിൽ സംതൃപ്തരാകും. ബാബ പറയുന്നു, ആരെന്നെ ഓർമ്മിക്കുന്നുവോ അവരെ ഞാനും ഓർമ്മിക്കും. ആര് എനിക്ക് വേണ്ടി സേവനം ചെയ്യുന്നുവോ അവരെ ഞാനും ഓർമ്മിക്കും. അതിനാൽ അവർക്ക് ബലം ലഭിക്കും. നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ആര് സംതൃപ്തരാകുന്നുവോ അവർ രാജാവാകും. എല്ലാ സംഘങ്ങളെയും വെടിഞ്ഞ് ഒരു സംഘത്തിൽ വരൂ എന്ന് പാട്ട് പാടുന്നു. ആത്മാവും നിരാകാരനാണ്. അച്ഛൻ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ സ്വയം വിളിക്കുന്നു, അല്ലയോ പതീത പാവന. ആരെയാണ് വിളിച്ചത്? ബ്രഹ്മാവിനെ, വിഷ്ണുവിനെ, അതോ ശങ്കരനെയോ? അല്ല, പതീത പാവനൻ ഒരാളാണ്. അവൾ സദാ പാവനമാണ്. അവരെയാണ് സർവശക്തിവാൻ എന്ന് വിളിക്കുന്നത്. ബാബ മുഴുവൻ ശാസ്ത്രങ്ങളെയും അറിയുന്നു. അച്ഛൻ തന്നെയാണ് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം കേൾപ്പിക്കുന്നത്. സന്യാസിമാരാണെങ്കിൽ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച്
ടൈറ്റിൽ നേടുന്നു. അച്ഛനാണെങ്കിൽ നേരത്തെ തന്നെ ടൈറ്റിൽ ലഭിച്ചിട്ടുണ്ട്. ബാബയ്ക്ക് പഠിച്ച് ടൈറ്റിൽ നേടേണ്ടതില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ജീവിച്ചിരിക്കെ പ്രകാശത്തിൽ മരിച്ചു വീഴുന്ന ശലഭങ്ങളാവണം. കേവലം വട്ടം കറങ്ങുന്നവരാകരുത്. ഈശ്വരീയ പഠിപ്പ് ധാരണ ചെയ്യുന്നതിനായി ബുദ്ധിയെ സമ്പൂർണ്ണ പാവനമാക്കി മാറ്റണം. 2. മറ്റെല്ലാ സംഘങ്ങളെയും ഉപേക്ഷിച്ച് ഒരേ ഒരു അച്ഛന്റെ സംഘത്തിലിരിക്കണം. ഒരേ ഒരാളുടെ ഓർമ്മയിലൂടെ സ്വയം സംതൃപ്തരാകണം. വരദാനം: ഹൃദയേനയുള്ള തിരിച്ചറിവിലൂടെ ഹൃദയേശ്വരന്റെ ആശീർവാദം പ്രാപ്തമാക്കുന്ന സ്വപരിവർത്തകരായി ഭവിക്കട്ടെ. സ്വയത്തെ പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി സത്യമായ ഹൃദയത്തിലൂടെ 2 കാര്യങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. 1. തന്റെ ബലഹീനതകളുടെ തിരിച്ചറിവ്. 2. ഏത് പരിതസ്ഥിതി അല്ലെങ്കിൽ വ്യക്തി നിമിത്തമാകുന്നുവോ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ മനസ്സിലെ ഭാവനകളുടെയും തിരിച്ചറിവ്. പരിസ്ഥിതിയാകുന്ന പേപ്പറിന്റെ കാരണത്തെ അറിഞ്ഞ് സ്വയത്തിന് പാസ്സാകാനുള്ള ശ്രേഷ്ഠ സ്വരൂപത്തിന്റെ തിരിച്ചറിവുണ്ടാകണം. അതായത് സ്വസ്ഥിതി ശ്രേഷ്ഠമാണ്, പരിസ്ഥിതി പേപ്പറാണ്. ഈ തിരിച്ചറിവ് സഹജമായി പരിവർത്തനം ചെയ്യിപ്പിക്കും. മാത്രമല്ല, സത്യമായ ഹൃദയത്തോടെ തിരിച്ചറിഞ്ഞാൽ ഹൃദയേശ്വരന്റെ ആശീർവാദം പ്രാപ്തമാകും. സ്ലോഗൻ: അവകാശികൾ അവരാണ്. ആരാണോ എവർ റെഡിയായി ഓരോ കാര്യത്തിലും ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നത്. ഓം ശാന്തി.